കാർണിയിലെ വിനോദങ്ങൾ. ഹാലിബർട്ടണിൽ സ്ലഡിൽ പോകാമെങ്കിൽ കാർണിയിൽ ശരിക്കും മത്സരങ്ങളാണ് നടക്കുന്നത്. പങ്കെടുക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. സ്കൂളിലെ സ്പോർട്സ് മത്സരങ്ങൾ നടക്കുമ്പോൾ ട്രാക്കും ഫീൽഡും ഒക്കെ ഉണ്ടാവില്ലേ? അതുപോലെ കാർണിയിലെ മത്സരങ്ങൾക്ക് മഞ്ഞിലാണ് ട്രാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അധിക ദൂരമൊന്നും ഇല്ല കേട്ടോ കാർണിയിലേക്ക്. രാവിലെ പോയാൽ വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്താം. 2 ദിവസമായിട്ടാണ് വിന്റർ സ്പോർട്സും നടക്കുന്നത്. ഉപ്പാടെ ഫ്രണ്ട് പോളും കാർണിയിൽ മത്സരിക്കാൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഞങ്ങൾക്കും ടീമായി. ബിഗ്ഗസ്റ്റ് ലിറ്റിൽ ടൗൺ എന്നറിയപ്പെടുന്ന കാർണിയിലെ മഞ്ഞുകാല കായിക മത്സരങ്ങൾ നടക്കുന്നത് -23 ഡിഗ്രി തണുപ്പിലാണ് ട്ടോ. മിസിസാഗയിൽ നിന്ന് 250 കിലോമീറ്റർ അകലെയുള്ള കാർണിയിലെത്താൻ 2.5 മണിക്കൂർ എടുക്കും. 850 ആളുകളുള്ള ചെറിയ പട്ടണമാണ് കാർണി. 9 മണിക്കാണ് മത്സരങ്ങൾ തുടങ്ങുന്നത്. രാവിലെ ഭക്ഷണമൊക്കെ വയറു നിറച്ച് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്നു. കാറിൽ വെറുതെ ഇരുന്നിട്ടാവുന്ന ബിസ്ക്കറ്റും ജ്യൂസും എടുത്തു തരുമ്പോൾ ഉമ്മ പറഞ്ഞത് ശരിയായിരിക്കുവോ? ഗ്രൗണ്ടും ഗാലറിയും എല്ലാം മഞ്ഞിലാണ്. വൃത്തിയായി തന്നെ മഞ്ഞിൽ ട്രാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാറ് പാർക്ക് ചെയ്യാൻ വേറെ സ്ഥലത്ത് പോകണം. ആളുകൾക്ക് നടക്കാനുള്ള വഴികളും മത്സരങ്ങൾ നടക്കുന്ന സ്ഥലവും വേർതിരിക്കാൻ ഓറഞ്ച് നിറമുള്ള കമ്പിവല കെട്ടിയിട്ടുണ്ട്. ഓരോ മുഷറിനൊപ്പവും ഉണ്ട് ഓരോ 10-15 ഹസ്കി ടീം അംഗങ്ങൾ. നിർത്തിയിട്ട വാഹനങ്ങൾക്കുള്ളിലും അതിനോട് ചേർന്ന ട്രക്കിനുള്ളിലും ഇവര് തന്നെ. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ചക്കരയ്ക്ക് ആവേശമായി. ആദ്യം തുടങ്ങുന്നത് 10 ഹസ്കികളെയും കൊണ്ട് 50 മൈൽ ഓടിയെത്തുന്ന സ്റ്റേജ് റേസ് ആണ്. 10 ഡോഗ് സ്റ്റേജ് റേസ്. 2 ദിവസം 50 മൈൽ വീതം ഓടണം. ഇടയ്ക്ക് 2 മണിക്കൂർ വിശ്രമിക്കാം. ഓടുന്ന ഏതെങ്കിലും ഹസ്കി ക്ഷീണിച്ചാൽ മാറ്റാം. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമിൽ 12 ഹസ്കികൾ ഉണ്ടാകും. ഒരെണ്ണത്തിനെ മാറ്റാൻ അനുവദിക്കൂ. അതും അടുത്ത ദിവസത്തെ ഓട്ടത്തിന് മാത്രം. ഒന്റാരിയോയിൽ നടക്കുന്ന ഒരേയൊരു സ്റ്റേജ് റേസ് മത്സരമാണിത്. ഏറ്റവും ഒടുവിൽ വിജയികളെ പ്രഖ്യാപിക്കുന്ന ഇനവും ഇത് തന്നെ. അറിയിപ്പുകൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ മത്സരത്തിന് തയ്യാറാകുന്നവരുടെ അടുക്കലേക്ക് നടന്നു. ഉപ്പ ഫോട്ടോ എടുക്കാനും പോയി. ഓടാൻ തയ്യാറായി നിൽക്കുന്ന ഹസ്കികളെ മത്സരത്തിൽ ഇവരുടെയൊപ്പം ഓടുന്ന ആളുടെ മരം കൊണ്ടുള്ള സ്ലഡിൽ ബന്ധിപ്പിക്കുന്ന തിരക്കിലാണ് സഹായികൾ. കൂട്ടിൽ നിന്നിറക്കിയ നായകളെ പിടിച്ചു നിർത്താൻ 5-6 ആളുകൾ ഉണ്ടായാലും തികയില്ല. സ്ലഡിൽ നിന്ന് നീണ്ടു കിടക്കുന്ന ഒരു കയറിന്റെ ഇരുവശങ്ങളിലുമായി 10 ഹസ്കികളെ കൊളുത്തുകൾ കൊണ്ട് മുറുക്കിയാൽ പിന്നെ ഇവരെ പിടിച്ചു നിർത്താൻ പാടാണ്. മത്സരം തുടങ്ങുന്ന സ്ഥലത്തേക്ക് ഹസ്കികളെ പൂട്ടിയ സ്ലഡിനെ ആൾ ടെറൈൻ വെഹിക്കിൾ എന്ന ATVയിലാണ് കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നത്. ഇല്ലെങ്കിൽ അന്ന് ഉമ്മ പോയ പോലെ ഒറ്റ പോക്കായിരിക്കും. ഒരു ടീമിനെ ട്രാക്കിൽ എത്തിച്ച ശേഷം ATV അടുത്ത കൂട്ടരെ കൊണ്ടുവരാൻ പോകും. ട്രാക്കിലെത്തിയാൽ സമയം വൈകാതെ കൗണ്ട് ഡൗൺ തുടങ്ങും. ഗോ എന്ന് കേട്ടതും ആദ്യത്തെ ടീം ഓട്ടം തുടങ്ങി. അതുവരെ ബഹളം വെച്ചിരുന്ന ഹസ്കികൾ ശാന്തരായി. സ്ലഡിൽ നിൽക്കുന്ന ആളുടെ നിർദ്ദേശങ്ങൾ മാത്രമേ ഇനി അവർ അനുസരിക്കൂ. 11 പേരാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. ആദ്യമായി മത്സരത്തിൽ പങ്കെടുക്കുന്നവരും ഉണ്ടായിരുന്നു. പരിശീലനക്കുറവ് കൊണ്ടാകും ഓടിത്തുടങ്ങി കുറച്ചു കഴിയുമ്പോൾ ഇവരുടെ ടീമിലുള്ള നായ്ക്കൾ ട്രാക്ക് മുറിച്ച് കാണികളുടെ ഇടയിലേക്ക് കയറുന്നത്. ഞങ്ങൾ ഒരു മഞ്ഞുമലയുടെ മുകളിൽ ഇരുന്നാണ് മത്സരം കണ്ടത്. അങ്ങനെ 11 ടീമും ഓടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മഞ്ഞ് ഗാലറിയിൽ നിന്നിറങ്ങി. സ്കീ ജോറിംഗ് മത്സരമായിരുന്നു അടുത്തത്. അതെന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. ആദ്യമായിട്ടാണ് കേൾക്കുന്നതും കാണുന്നതും. അതിനാൽ ട്രാക്കിനടുത്തു തന്നെ പോയി നിന്നു. അവിടെ ഓടാൻ ഒരാൾ റെഡിയാകുന്നു. അവർ സ്കീ കാലിലും മഞ്ഞിൽ കുത്തി ഓടാനുള്ള വടികൾ കയ്യിലും പിടിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് 2 ഹസ്കികളെ നീളമുള്ള കയറിന്റെ 2 വശത്തായി സ്ലഡ് വലിക്കുന്ന കയറിൽ കൊളുത്തിയിട്ട് നിർത്തിയിട്ടുണ്ട്.
ഒരാൾ വന്ന് ഈ കയറിന്റെ ഒരറ്റം മത്സരിക്കുന്ന ആളുടെ അരയിലെ ബെൽറ്റിൽ മുറുക്കി. എല്ലാം റെഡിയായി ഗോ എന്ന് പറയേണ്ട താമസം നായകൾ ആളെയും വലിച്ച് ഓടാൻ തുടങ്ങി. വടികുത്തി മുന്നോട്ടായുന്നതോടൊപ്പം നിർദ്ദേശങ്ങളും അഭിനന്ദനങ്ങളും മത്സരിക്കുന്നയാൾ ടീമംഗങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. 4 മൈൽ ഓടി തിരിച്ചെത്തണം. ഇതാണ് സ്കീ ജോറിങ്. ഞങ്ങൾ സ്കീ ജോറിങ് കണ്ടു നിൽക്കുമ്പോഴേക്കും ഉപ്പാടെ ഫ്രണ്ട് ചെസ്റ്റ് നമ്പർ 9 ഒക്കെ ഇട്ട് മത്സരത്തിന് തയ്യാറായി. അധികം താമസമില്ലാതെ പെട്ടെന്ന് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അങ്കിളിൻ്റേത് 6 നായ്ക്കൾ വലിക്കുന്ന ഓപ്പൺ സ്ലെഡ് മത്സരമാണ്. ഇതിൽ ഹസ്കികളുടെ കൂടെ മറ്റ് ബ്രീഡ് നായ്ക്കളെയും ഉപയോഗിക്കാം. 6 മൈലാണ് ഓടി വരേണ്ടത്. വലിയൊരു വളവാണ് ഈ മത്സരത്തിന്റെ ട്രാക്ക്. പരസ്പരം കൂട്ടിമുട്ടില്ലേ എന്നായിരുന്നു ഉമ്മാടെ പേടിയും സംശയവും. ഉമ്മ പേടിച്ച പോലൊന്നും ഉണ്ടായില്ല. 26 മിനിറ്റും 11 സെക്കൻഡും എടുത്ത് അങ്കിളിന്റെ ടീം 6 മൈൽ ഓടിയെത്തി. അഭിനന്ദിക്കാനായി ഞാനും ചക്കരയും അങ്കിളിന്റെ അടുത്തേക്ക് ഓടി. 4 മണിക്ക് അന്നത്തെ മത്സരങ്ങൾ അവസാനിച്ച് എല്ലാവരും പിരിഞ്ഞു. കുറേ നേരം ഹസ്കികളുടെ അടുത്ത് ചുറ്റി നടന്ന് മതിയായപ്പോൾ ഞങ്ങളും വീട്ടിലേക്ക് പോന്നു. പഠിക്കാനുള്ളത് കൊണ്ട് പിറ്റേന്നത്തെ മത്സരങ്ങൾ കാണാൻ ഞങ്ങൾ പോയില്ല. ഇതുപോലെയുള്ള വിനോദങ്ങൾ കാണാൻ കഴിയുക മഞ്ഞുകാലത്ത് മാത്രമാണ്. ഏതു കാലാവസ്ഥയും ആസ്വദിക്കാനുള്ളതാണെന്ന് ജിം ടീച്ചർ എപ്പോഴും പറയും. കുറച്ചു തണുത്താലും എന്നെപ്പോലെ ഇപ്പോൾ നിങ്ങൾക്കും ഇഷ്ടായില്ലേ ഇതൊക്കെ?